മനാഫ്, നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യ സ്നേഹി. കഴിഞ്ഞ 72 ദിവസങ്ങളായിട്ട് നിങ്ങളെ ഗംഗാവലിപ്പുഴയുടെ കരയിൽ നിങ്ങൾ കഴിയുകയാണ്. ഈ അർജുനെ നോക്കി. കാരണം നിങ്ങളുടെ ലോറി അതിന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഈ സമൂഹം എല്ലാവരുമല്ല, ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമൂഹത്തിൽ പുഴുക്കുത്തുകളുണ്ട് കുറേ എണ്ണം. വർഗീയത മാത്രം മനസ്സിൽ വെച്ചേക്കുന്ന, വർഗീയ വിഷം തുപ്പുന്ന വൃത്തികെട്ടവന്മാരുണ്ട്. അവർ പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് ഒരുത്തം പറയുകയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കള്ള ലക്ഷണമൊന്നും കണ്ടില്ല, ഒരു മനുഷ്യനായിട്ടേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ പേര് മനാഫ് എന്നായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഇവനൊക്കെ കള്ള ലക്ഷണം തോന്നും, കുറ്റമല്ല. ഇതേപോലെ വർഗീയ വിഷം തുപ്പുന്ന കുറെ വൃത്തികെട്ടവന്മാരുടെ കഴിയണ്ടായിട്ട് വരുന്നു എന്നുള്ള ഒരു ദുര്യോഗം മാത്രം നമുക്കുള്ളത്. പക്ഷേ അതിനിടയിലും ഒരുപാട് നല്ല ആളുകളുണ്ടല്ലോ. ജാതി മത ഭേദമന്യേ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതും നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ഏതാണ്ട് കള്ളക്കടത്ത് നടത്തിയാണെന്നും, നിങ്ങൾ തടി മോഷ്ടിക്കുന്നവനാണെന്നും, നിങ്ങൾ തടി മറച്ചു വിൽക്കുന്നവനാണെന്നും, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളും ഈ അർജുനോട് ചേർന്നുകൊണ്ട് അങ്ങനെ ഇതൊക്കെയാണെന്നും ഒക്കെ ഒരു വർഷം. അത് കൂടാതെ നിങ്ങളുടെ മുഖത്തെ കള്ളലക്ഷണം നിങ്ങൾ അർജുനെ വകവരുത്തിയേക്കുന്നതാണ്. ഈ രീതിയിൽ ഒക്കെ പറയുമ്പോൾ സങ്കടം വരും. നിങ്ങൾക്ക് ആ മാനസിക വിഷമത്തിൻ്റെ ഇടയിലായാലും നിങ്ങൾ ഈ 72 ദിവസം നിങ്ങളവിടെ കാവൽ നിന്നില്ലേ? നിന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പറഞ്ഞേക്കുന്ന വാക്കുകളില്ലേ, ഇനിയെങ്കിലും ഇതിൽ ജാതി മതമൊന്നും കാണരുത് എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. നിങ്ങൾക്കുള്ള വിവരം ഈ പറയുന്നവന്മാർക്കൊന്നും ഇല്ല. അതാണ് എൻ്റെ കാര്യം. നിങ്ങളുടെ ആ മനുഷ്യ സ്നേഹം നിങ്ങൾ പറഞ്ഞ അർജുനന് അത്രയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ ആ ലോറിയുടെ ഓണർ, ഉടമസ്ഥൻ, ആ തടിയും ഇടയൊക്കെ ഉടമസ്ഥൻ, ആ നഷ്ടപ്പെട്ടേക്കുന്ന മെറ്റീരിയലിനെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ക്ലെയിം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. മോട്ടോർ ആക്സിഡൻ്റ് ആണ്, അതിനകത്ത് നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ലോറിയുടെ കിട്ടും, നഷ്ടം കിട്ടും, തടിയുടെ നഷ്ടം കിട്ടും, ഇതെല്ലാം കിട്ടും. അതിന് നിങ്ങൾ അവിടെ പോയി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ പറയുന്നവന്മാർ അതൊന്ന് ചിന്തിക്കണ്ടേ? അതിന് നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. പുതിയ ലോറി, അതിന് ഇൻഷുറൻസ് കാണും, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാണേണ്ടതാണ്. കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ലോസിന് നിങ്ങൾക്ക് അതിന് ക്ലെയിം കിട്ടും. അപ്പോൾ അതിലെ ഗുഡ്സിന് വരെ കിട്ടും. അപ്പോൾ ആ ക്ലെയിം ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് കിട്ടത്തക്കവണ്ണം ഉള്ളതിന് വേണ്ടി നിങ്ങൾ അവിടെ പോയി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതാണ്. എന്നാലും നിങ്ങൾ അർജുനന് വേണ്ടി അവിടെ പോയി കാത്തിരുന്നു. അവരെ കുടുംബാംഗങ്ങളെ നിങ്ങൾ സമാധാനിപ്പിച്ചു. ഇനി അതിലൊക്കെ എന്ത് വർഗീയതയും വൃത്തികേടുകളും ഓരോരുത്തന്മാരെ വിളിച്ച് പറയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹം ഇതുപോലെ വൃത്തികെട്ടവർ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആ വർഗീയ വിഷം ചീറ്റുന്നുണ്ടല്ലോ, ഞാനിത് കണ്ടതാണ് ഒരു വീഡിയോയിൽ. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല. ഇതുപോലെ എന്ത് വൃത്തികേടാണ് അവൻ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ അവനും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളവനല്ലേ? ചിന്തിക്കണം. ഇത് അങ്ങനെയുള്ളവന്മാർ ഇതാരെങ്കിലും പറയൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നിങ്ങൾ അവിടെ കാവൽ നിന്നു. അവസാനം നിങ്ങളിത് ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അത് അവനെ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല എന്ന്. നിങ്ങൾ ഗംഗാവലിപ്പുഴയിൽ അർജുനെ ഇട്ടിട്ട് പോകുന്ന പ്രശ്നമില്ല, എടുക്കണം എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോറിയല്ല വേണ്ടത്, അർജുനെയാണ്. പക്ഷെ അത് കിട്ടി. ഇന്നലത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിന് സമാധാനമായല്ലോ. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കണ്ടെടുത്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് നിറം പിടിപ്പിക്കുന്ന നുണക്കഥകൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ചമച്ച് ഓരോ മനോരോഗികൾ അത് മെനഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കിയനെ. ഏതായാലും ഇനിയൊക്കെ ഉമ്മരെന്ത് വിളിച്ചു പറയും? ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം, അയാൾ ഇത് എന്തെങ്കിലും സത്യമാണോ ഇല്ലോ എന്ന് ആലോചിക്കണം. ഇതില്ലെങ്കിലുണ്ടല്ലോ, ഒരാളെ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ, അയാളുടെ പേരിൽ എന്തെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാളുടെ മനസ്സ് എന്തുമാത്രം നോവും എന്നുള്ളത് ഈ പറയുന്ന മനോരോഗികൾക്ക് ഒന്ന് തിരിച്ചറിയണ്ടേ? നിനക്കൊക്കെ മനോരോഗം ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ വയ്യാത്തത്. അതാ ഞാൻ ഈ പറയുന്നത്. ഇത് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം, ഇത് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ? ആ മനുഷ്യന് ഈ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കല്ല ഈ അർജുനെ കണ്ടേക്കുന്നത്. അതിലും വലിയ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്, നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് മനാഫ് ഇത്രയും നാട് അവിടെ ചെലവഴിച്ചത്. ഈ മീഡിയയിലെല്ലാം കാണുന്നതല്ലേ ആ മനുഷ്യനെ? സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ? ഇന്നലെയാണ് അയാൾക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടായത്. കാരണം അയാൾക്ക് ഒരു ഉത്തരം കിട്ടി. ഈ ലോറി ഇതിനകത്തുണ്ടായിരുന്നു. അയാൾ പറയുന്നല്ലോ. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അയാൾ പണം മുടക്കി അയാൾ ചെയ്ത പണി അറിയാവും എന്താണെന്ന്. മത്സ്യത്തൊഴിലാളികളെ അയാൾ നിയോഗിച്ച് കടലിൽ
ഇത് ഒഴുകി ചെന്നാൽ ഈ ലോറിയുടെ പാർട്സ് എവിടെയെങ്കിലും കടലിലുണ്ടോ എന്ന് അയാൾ പരിശോധിച്ചു. അവിടെ ചെന്നിട്ടേ ഇല്ല ഈ സാധനം. അങ്ങനെ അയാൾ ഉറപ്പാക്കിയത് കൊണ്ടാണ് അയാൾ പറയുന്നത് ഇതിൽ തന്നെ ഉണ്ടെന്ന്. അയാൾക്ക് ഉറപ്പായിരുന്നു അതിനകത്ത് ഉണ്ടെന്ന്. ഇന്നലെ തെരച്ചിലിന്റെ അവസാന ദിവസമായിരുന്നു. ആ മനുഷ്യന്റെ ഭാഗ്യം നോക്കിക്കൊള്ളൂ. അർജുന്റെ ദൗർഭാഗ്യം അത് വേറെ കാര്യം, നമുക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നാലും അർജുന്റെ കുടുംബത്തിന് ഒരു സമാധാനമുണ്ട്, ഒരു ഉത്തരം അവർക്ക് കിട്ടിയല്ലോ. അർജുൻ എന്തായി, എവിടെയായിരുന്നു എന്നുള്ളത് കിട്ടി. ആ പുഴയ്ക്കടിയിൽ നിന്ന് പുഴയ്ക്കടിയിൽ നിന്നും ആ ലോറി പൊക്കിയെടുത്തപ്പോൾ ആ ക്യാബിനിൽ അർജുന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. ആ മൃതദേഹം അത് പൂർണ്ണമായിട്ടൊന്നും കിട്ടത്തില്ല, കാരണം 72 ദിവസമായില്ലേ, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഉപ്പുവെള്ളമാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അത് കിടന്നു നിന്നിരിക്കും. പക്ഷെ ഇതിപ്പോ ഉപ്പുവെള്ളം അല്ലല്ലോ, പുഴയിലെ വെള്ളമല്ലേ. അത് കാരണം അത് ഒരുപാട് അഴുകിക്കാണും ആ മൃതശരീരം. പക്ഷെ അതിന്റെ റിമൈൻസ് എല്ലാം കിട്ടി. ഇനി വേണ്ടതെന്ന് പറയുന്നത് നടപടികൾ, അത് വളരെ ചെറിയ നടപടികളേ ഉള്ളൂ. അതിന് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റി ഉണ്ട്. ആ പോസ്റ്റ്മോർട്ടം വേണം. അത് കൂടാതെ ഈ അത് ഏതെങ്കിലും ഒരു ബോൺ അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ DNA ടെസ്റ്റ് നടത്തണം. അത് അർജുൻ്റെ സഹോദരങ്ങളെ ആരെങ്കിലും DNA തിരിച്ചെടുത്താൽ മതി, അല്ലെ അമ്മയുടെ അച്ഛൻ്റെ, ഇത് ഏതെടുത്താലും മതി, കിട്ടും. ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നമുള്ളതല്ല. അതുകൊണ്ട് ഏതായാലും മനാഫിൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. മനാഫ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെ നമ്മൾ കാണാനിടയായി. നിങ്ങൾ ഇതുപോലായിരിക്കും. നിങ്ങളുടെ ജോലിക്കാരെ, നിങ്ങളുടെ തൊഴിലാളികളെ, നിങ്ങൾ ജീവനക്കാരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ട് പഠിക്കട്ടെ. അയാൾ ഇതങ്ങ് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ലല്ലോ. നിങ്ങൾ ആ കുടുംബത്തോടൊപ്പം നിന്നു, അവരെ സങ്കടത്തോടൊപ്പം നിന്നു. അതാണ് നിങ്ങളെ ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹി.